നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂൾ അന്വേഷിച്ച് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ മൂന്നാറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടായിട്ടുള്ള ടോൾട്രീസ് റിസോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ റൂം 403, നമ്മൾ താഴെയാണ് നമ്മുടെ റൂംസൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നിട്ട് ഇത് ഒരുപാട് ഏക്കറിൽ 66 ഏക്കറിലാണ് ഈ ടോൾട്രീ റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ നടന്ന് സ്റ്റെപ്പുകളെല്ലാം ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ വാർച്ചിട്ടുണ്ട്. അതിൽ നടന്ന് വേണം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എത്താനായിട്ട്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിന് ഒരു പേര് കൊടുത്തിട്ടുള്ളത് മൗണ്ടെയിൻ സ്പ്ലാഷ് എന്നാണ്. അപ്പോൾ ടൈമിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ പൂള് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അലൗഡ് ആയിട്ടുള്ള സമയം. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡൈവിങ് പാടില്ല, പിന്നെ കുളിച്ചിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട്, പിന്നെ സ്വിം സൂട്ട് വേണം എന്നുള്ളതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കയറാൻ പോവാണ്, സ്വിമ്മിംഗ് പൂളിൽ കയറാൻ പോവാണ് കേട്ടോ. ആഹാ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോൾട്രി റിസോർട്ടിലെ അതിമനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂള്. അപ്പോൾ 2 സ്വിമ്മിംഗ് പൂളുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളതാണാവോ കേട്ടോ. ഇത് ചെറുതല്ലേ. പിന്നെ ഇതേ അവിടെ ഇവിടെ കുറച്ച് ബോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു സ്വിമ്മിംഗ് പൂള് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് വാഷ് ചെയ്യണം. നമ്മളൊന്ന് ബോഡി വാഷ് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതിനിതാ വാഷ് ഉണ്ട്, ബാത്റൂംസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഐറ്റംസൊക്കെ വെക്കുന്നതിനായിട്ട് കബോർഡ് ഉണ്ട്. ഇത് നല്ലൊരു വാൾ ഡെക്കർ ആയിട്ടുണ്ടല്ലേ. അതായത് എനിക്ക് തോന്നുന്നു ഇവരിവിടെ ഈ റിസോർട്ടിൽ തന്നെ കിട്ടിയിട്ടുള്ള മരം ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. എവിക്കുട്ടി ഇപ്പോഴും ഉറക്കം കഴിഞ്ഞിട്ടില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നേച്ചറിൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതേസമയം തന്നെ ഇത് കവേർഡാണ്, അതായത് ഫുള്ളി ഗ്ലാസ് കവേർഡാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവിടെയൊക്കെ ഇത് ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷേ അല്ല, ഗ്ലാസ് കവേർഡാണ്. എല്ലാം ഗ്ലാസ് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം. പക്ഷേ എഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാൻസി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയാണല്ലോ എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ചേട്ടൻ്റെ ഫാമിലിയും പിന്നെ ഞങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ചേട്ടൻ പണ്ട് പഠിച്ച സ്വിമ്മിങ്ങിൻ്റെ പാഠങ്ങൾ മറന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ കളിക്കുകയാണ്. പിന്നെ ഇതാ എമിക്കുട്ടി സ്റ്റിൽ സ്ലീപ്പിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ സുഖകരമായി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ബെഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. വീണ്ടും ഇതിൻ്റെ വേറൊരു കോർണറിലേക്ക് വരുമ്പോൾ ഇതാ നല്ല ഒരു വാൾ ഡെക്കർ തന്നെയാണ് കാണുന്നത്. അത് മരത്തിൻ്റെ തന്നെ കട്ട് ചെയ്ത പീസ്, നല്ല രസമുണ്ട് കാണാൻ. ആഹാ, ഇവരിവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് തിമിർക്കാണ് കേട്ടോ. ബോൾസൊക്കെ ഇട്ടിട്ടുണ്ട് ഇടയിൽ കളിക്കാൻ വേണ്ടിയിട്ട്, രസമാണ്. പിന്നെ ഇതാ വാട്ടറൊക്കെ സ്പിൽ ചെയ്യുമ്പോൾ അത് ഈ ഗ്രില്ലിൽ കൂടെ തന്നെ അകത്തേക്ക് പോകുന്നതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത് വീണ്ടും ഈ മരം തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ അടുത്ത കോർണറിൽ വരുന്നത്. ഇവിടെ വീണ്ടും ഈ പറഞ്ഞ വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അപ്പുറം നമ്മൾ കാണുന്നത് ഒരു ഗ്ലാസ് ആണ് കേട്ടോ, ഫുൾ കവേർഡാണ്. ഒരു രസം പറയട്ടെ, അവിടെ ഒരു ഓപ്പറ സെറ്റപ്പ് ഉണ്ട്. അതായത് അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് ഫുള്ളി കാണാം, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നടക്കുന്നത് ഫുള്ളി കാണാം. പക്ഷെ ഇപ്പോൾ അവിടെ ആരും ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ, അവിടെ ആരും കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരു സമയം ഒരു 3:30-4 മണി ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചൊരു ചൂടുണ്ട്. മൂന്നാറാണ് െങ്കിലും നമുക്ക് കുറച്ചൊക്കെ ചൂടുള്ള സമയമാണ്. ചെറുതായി വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ പൂളെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പൂളിൽ കണ്ടോ 2 സെറ്റായിട്ട് അതിൻ്റെ ലെവൽ കണ്ടോ, അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ അത് വേറൊരു കാര്യമാണ് കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ ഉണ്ടോ, റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ ഒരു ഓപ്പറ സെറ്റപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ മുകളിലൊക്കെ ഫുൾ ഗ്ലാസ് കവേർഡാണ്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഏത് തണവിലായാലും നമുക്ക് ഈ സ്വിമ്മിംഗ് പൂള് സുഖമായിട്ട് ഉപയോഗിക്കാം. എമിക്കുട്ടി എഴുന്നേറ്റു കേട്ടോ. എമിക്കുട്ടി കളിക്കാൻ തുടങ്ങാണ്, ബോൾ വെച്ച് കളിക്കാണ് കേട്ടോ. ഇനി ഞാനും സ്വിമ്മിംഗ് പൂളിലേക്കൊന്ന് ഇറങ്ങാണ് കേട്ടോ, എനിക്ക് നല്ല പേടിയാണ്. പിന്നെ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഇൻസ്ട്രക്ടർ ഉണ്ട് കേട്ടോ. അദ്ദേഹം ഫുൾ ടൈം അവിടെ ഉണ്ടായിരിക്കും. നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് നമുക്കൊരു നല്ലൊരു കാര്യമായിട്ട്, പിന്നെ എന്തെങ്കിലും ഡേഞ്ചറൊക്കെ വരാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് നല്ലതാണ്.
ഇപ്പം ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ വേറെ ആരും തന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഫുൾ പ്രൈവസി ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഇവിടുത്തെ ചെറിയ പൂളാണ്. ഞാൻ ആദ്യം ഇത് കുട്ടികളുടെ പൂളാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതാണ് ആക്ച്വലി ജാക്കുസി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു സ്പാ ആണ് ഇത് ജാക്കുസി എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പൂളിൽ ഇവർ നടത്തുന്നത്. അപ്പോൾ നമ്മളിതിൽ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു, 2 ലെവലായിട്ടായിരുന്നു ഇതിൻ്റെ ഒരു ലെവൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2 ലെവൽ എന്ന് പറയുന്നത് ഒരു ലെവലിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടലി ഇതിൽ 6 പേർക്ക് ഇരുന്ന് ജാക്കുസി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ സൈഡിൽ ഇവർ ചേട്ടനും ബെസ്റ്റ് ചേട്ടനും ഫാൻസ് ഇരിക്കുന്നുണ്ട്, 3 ആൾ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എന്താ പറയുക, താഴേന്ന് ഒരു പവർ ജെറ്റ് വെച്ചിട്ട് ഈ വെള്ളം മുകളിലേക്ക് ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ അത്രയും ഫോഴ്സ് ആയിരിക്കും വാട്ടറിന്. ഈ വാട്ടർ ഒരു ഹോട്ടായിട്ടുള്ള വാട്ടർ ആയിരിക്കും, വല്ലാതെ ചൂടല്ല, ഒരു 32 ഡിഗ്രി ഒക്കെ ചൂടുള്ള ഒരു മൈൽഡായിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള വാട്ടർ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് വളരെയധികം റിഫ്രഷിങ് ആണ്. ഇപ്പോൾ നമ്മുടെ പാശ്ചാത്യ നാടുകളിലെല്ലാം ഒരുപാട് ഈ ജാക്കുസി ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇത് അത്ര അവൈലബിൾ അല്ല. മറ്റധികം സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു ജാക്കുസി സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു സ്പാ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടന്നിങ്ങനെ തിളയ്ക്കണ പോലെ നമുക്ക് തോന്നും, പക്ഷെ തിളയ്ക്കല്ല കേട്ടോ, ചൂട് അങ്ങനെ ചൂടൊന്നുമില്ല. പക്ഷെ ഭയങ്കര രസമാണ്, നിറയെ ഇങ്ങനെ ഫോംസ് ഒക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ മേത്തൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എമിക്കുട്ടീനെ ഇറക്കി, ഷെലിഞ്ഞിട്ട് എമിക്കുട്ടീനെ പിടിച്ചിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര കാര്യമായിട്ട് ഇത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതൊരു ബെസ്റ്റ് മസാജാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സംഗതിയാണ് ഇവിടുത്തെ ഈ ഒരു ജാക്കുസി സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇതിനൊരു 20 മിനിറ്റ്സ് ആണ് അവർ ടൈം. ഫുൾ ടൈം ഇത് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റത്തില്ല, അങ്ങനെ ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ടാണ് ഇവർ നമുക്കിത് ചെയ്തു തരാം. ഭയങ്കര രസമാണ് ഇത്. വൺസ് നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുക വേണം, കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ജാക്കുസി പൂളിൽ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ ചാനൽ എമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.